Amen. Hallelujah. Hallelujah. Amen. ഇന്ന് പകലിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതം കർത്താവ് ചെയ്തത്, വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതം, പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു അത്ഭുതം, അതാണ് ഇന്ന് രാവിലെ നമ്മൾ നോക്കാൻ പോകുന്നത്. Let us turn our attention to the Word of God this morning, and let us turn our attention to John Gospel chapter 9, one of the miracles that Jesus has performed. We have many things to learn from this miracle. A healer who does not pass by. നമ്മെ കടന്നു പോകാത്ത, വിട്ടുകളയാത്ത ഒരു സൗഖ്യദായകൻ. The title of this message is A Healer Who Does Not Pass By. അതെന്തൊരു സന്തോഷം, എന്തൊരു ആശ്വാസമാണ് ഇന്ന് രാവിലെ, അല്ലേ? And that is a great joy and great comfort for us this morning. നമ്മെ കടന്നു പോകാത്ത ഒരു സൗഖ്യദായകൻ, നമ്മോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവ്, രക്ഷകൻ നമുക്കുണ്ടല്ലോ. A healer who does not ignore us or does not pass us by, but shows mercy to us. ഈ അധ്യായം മുഴുവൻ അതിനെക്കുറിച്ച് പറയുന്നത്. And the whole chapter talks about this miracle. പക്ഷേ നമുക്ക് മുഴുവൻ വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് പകലിൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. We don't have time to read the whole passage, but we're going to take a small portion of it to talk about it today. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് പകലിലെ ചിന്തകൾക്ക് ആധാരമായിട്ട് വായിക്കാം. And let us read John chapter 9 verses 1 through 5. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. As he went along, he saw a man blind from birth. His disciples asked him, Rabbi, who sinned, this man or his parents, that he was born blind? Neither this man nor his parents sinned, said Jesus, but this happened so that the work of God might be displayed in his life. As long as it is day, we must do the work of him who sent me. Nothing is coming when no one can work. While I'm in the world, I am the light of the world. Amen. Amen. ഈ അത്ഭുതം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്, എഴുതിയിട്ടുള്ളതാണ്. This is a miracle only recorded in John's Gospel. ഈ അത്ഭുതത്തിന് ഒരു പ്രധാന സെറ്റിംഗ് ഉണ്ട്, ഇതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. And there is a setting for this particular miracle. അതെല്ലാം കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. It is important that we connect all those background. ഓൾസോ ഈ ഈ അത്ഭുതം മാത്രമേ സുവിശേഷങ്ങളിൽ ജന്മന കുരുടനായിരുന്ന അല്ലെങ്കിൽ ജന്മന പ്രയാസം ഉണ്ടായിരുന്ന ഒരാളായിട്ട് പറയുന്നുള്ളൂ. This is the only miracle, or this is the only incident that is mentioned in the gospel. Somebody was blind from the birth. മറ്റ് ഭാഗങ്ങളിൽ, അഥവാ ഫോർ എക്സാമ്പിൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്, ജന്മന മുടന്തനായിരുന്ന ഒരാളെ കുറിച്ച് നമ്മൾ 3-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ട്. In the Acts of Apostle we see somebody who was lame from birth. അവനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ കൊണ്ട് ഇരുത്തുമാറുണ്ട് എന്ന് നമ്മൾ അവിടെ വായിക്കും. We read that he was being seated at the temple gate of beautiful. അതുപോലെ തന്നെ ജന്മന മുടന്തനായിരുന്ന ഒരു വ്യക്തിയെ നമ്മൾ ലുസ്ത്രയിൽ പൗലോസിനെ ദൈവം ഉപയോഗിച്ച് സൗഖ്യമാക്കിയത് നമ്മൾ കാണുന്നു. We also see Paul healing somebody in Lystra who was also lame from birth. ജന്മന പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ, ആ അത്ഭുതങ്ങൾ ഇവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. So we only see in the 2 or 3 incidents where somebody was sick or had a handicap from a childbirth. അപ്പം കുരുടന്മാരായിരുന്ന പലരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. Jesus has healed many people who are blind. എന്നാൽ അമ്മയുടെ ഗർഭം മുതൽ ജന്മന കുരുടനായിരുന്ന ഒരാളായി സുവിശേഷങ്ങളിൽ പറയുന്നത് ഇവൻ മാത്രമാണ്. He is the only one that is mentioned in the gospel who was blind from birth. ഇവിടെ നമ്മൾ വേറൊരു കാര്യം നിങ്ങളുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. So I also want to bring to your attention something very significant. യേശുവിനെ കുറിച്ച് അവിടെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അവൻ കടന്നുപോയി, അതിലെ കടന്നു പോകുമ്പോൾ
And in many passages we see that Jesus was going by as he was going by. 8-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അതിന്റെ 59-ാം വാക്യത്തിൽ യേശു അവരെ വിട്ടുപോയി, മറഞ്ഞു, ദൈവാലയം വിട്ടുപോയി എന്നൊക്കെ എഴുതിയിരിക്കുന്നു. And it is written also in chapter 8 verse 59 that Jesus hid himself slipping away from the temple ground. 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അവൻ കടന്നു പോകുമ്പോൾ എന്നാ. In also chapter 9 says as he went along. യേശു പലപ്പോഴും കടന്നു പോകുന്നതായിട്ട് ഭാവിച്ചിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. Many times he pretended as if he was going along, but also he did actually move from one place. ഇവിടെ പ്രത്യേകമായിട്ട് യേശുവിനെ എറിയാൻ കല്ലുകളൊക്കെ എടുത്ത് ആളുകളുടെ ഇടയിൽ നിന്ന് അവൻ കടന്നുപോയി. As you can see the background, Jesus was slipping away from people who wanted to throw stones at him. അവന്റെ ശത്രുക്കളായിട്ട്, അവന്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അവന്റെ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമായിട്ട്, അവന്റെ പ്രവൃത്തികൾക്ക് വിരുദ്ധമായി നിന്ന ആളുകൾ അവരുടെ ഇടയിൽ നിന്ന് പലപ്പോഴും യേശു ഒഴിഞ്ഞു പോയിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. Jesus has escaped or slipped away from people who stood against him, against his teachings about his works and miracles he performed. നമ്മൾ മനോഹരമായ ആ പാട്ട് പലപ്പോഴും പാടാറുണ്ടല്ലോ, അല്ലെങ്കിൽ പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We sing this beautiful song often that I hope you know this song. ഞങ്ങൾ അതുകൊണ്ട് പാടാൻ ശ്രമിക്കുന്നില്ലെന്ന്. We're not going to try to sing that. എന്നാലും അതിന്റെ വേർഡിങ്സ് വളരെ മനോഹരമാണ്. But the words of those songs are very important. പോകല്ലേ കടന്ന് എന്നെ പ്രിയ യേശുവേ, Dear Jesus, don't walk away from me or go past by me. മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുക എന്നെയും. As you look at others, also pay attention to me, Jesus. Pass me not, O gentle Savior. അല്ലേ, എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. And that is a great hymn that we sing often. അപ്പൊ യേശു അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവുകയാ പലയിടത്തും. Jesus is going back and forth in many places. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അവനെ കണ്ട് യേശു അവിടെ നിൽക്കുക. And here Jesus stopped to look at this man. അവൻ ഇത് വളരെ അത്ഭുതം എന്ന് ഒരുപക്ഷേ നമുക്ക് തോന്നിയേക്കാം. We may think that is something amazing about that. ഈ കുരുടനായ മനുഷ്യനെ കുറിച്ച് കർത്താവ് ചില കാര്യങ്ങൾ അവരെ ശിഷ്യന്മാരുമായിട്ട് യേശു സംസാരിച്ചതിന് ശേഷം Jesus is having a conversation with his disciples about this blind man. അവന്റെ പക്കൽ നിന്ന് ഒരു റിക്വസ്റ്റും കൂടാതെ അവനെ സൗഖ്യമാക്കുക. Here we see Jesus healing this blind man without a request from the man. എന്തുകൊണ്ടായിരിക്കാം യേശു അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. We don't know why Jesus did that. അല്ലേ, നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിന്റെ തകർച്ച കർത്താവ് കണ്ടു കാണും. Maybe Jesus saw the brokenness of this man's heart. Maybe that's why he. ദൈവത്തിന്റെ വചനം പറയുന്നു, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. The word of God says that he is near to the brokenhearted and he heals them. മറ്റുള്ള ആരും കാണാത്ത അവന്റെ മനസ്സിന്റെ തകർച്ച യേശു കണ്ടു കാണും. Jesus may have saw the brokenness of this man's heart. Now nobody അവന്റെ നുറുങ്ങിയ ഹൃദയത്തെ യേശു കണ്ടു കാണും. Jesus may have saw his broken heart. അപ്പൊ യേശു അവന്റെ അടുത്ത സമയം ചെലവഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. We see Jesus spending time with this man who is blind. എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മള്. How blessed we are. നമ്മുടെ മനസ്സിന്റെ തകർച്ചയും ഹൃദയത്തിന്റെ നുറുക്കവും കാണുന്ന ഒരു രക്ഷകനുണ്ടല്ലോ നമുക്ക്. We have a Savior who understands and knows our brokenness. നമ്മെ ഒഴിഞ്ഞു പോകാത്ത ഒരു കർത്താവുണ്ടല്ലോ. We have a Savior who will never leave us. പ്രയാസങ്ങളിൽ നമ്മളെ വിട്ടുകളയുന്നവനല്ല, ഡിസോൺ ചെയ്യുന്നവനല്ല, നമ്മോട് കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. He is not a God who disowns us in our suffering, in our shortcoming. എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന മറ്റൊരു അത്ഭുതമുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നത് പോലെ. There is also a miracle that I really enjoy, and it is in the Mark's. അതും ഒരു കുരുടന്റെ കഥയാണ്. It is also a story of a blind man. അത് തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് അവിടെ പറയുന്നു. And we see that's Bartimaeus, who is a son of Timaeus. അത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് കാണുന്നത്. That is in Mark's Gospel chapter 10. യേശു യെരിഹോവിൽ നിന്ന് പോകുമ്പോൾ Jesus was going from Jericho. അവിടെ ഒരു കുരുടനായ മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. There was a man sitting by the side who was blind. എല്ലാവരോടും ഭിക്ഷയാചിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. And he was begging to the people who were passing by. എന്നാൽ ഇതാ അവൻ ഈ മനുഷ്യൻ യേശു കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ, as Jesus was passing by, he heard he was going by. അവൻ നിലവിളിക്കാൻ തുടങ്ങി. He started crying out. കാരണം ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട് മുമ്പേ തന്നെ. He may have heard about Jesus maybe. യേശു എങ്ങനെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിരിക്കുന്നു, how Jesus has healed the lepers, എങ്ങനെ മുടന്തർക്ക് സൗഖ്യം നൽകി, he has healed the blind, എങ്ങനെ മറ്റു കുരുടരായവർക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. he has healed other blind people. ആ യേശുവാണല്ലോ ഈ പോകുന്നത്. He may have
thinking that is the same Jesus going അവനെ ഞാൻ by. ഒരിക്കലും കണ്ടിട്ടില്ല, Even though I have never seen him, എങ്കിലും ഈ അവസരം എനിക്ക് ഉപയോഗിക്കണം. I want to use this opportunity. അതുകൊണ്ട് അവൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. So he may have called out crying to യേശുവേ Jesus. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. Jesus, son of David, have mercy upon me. എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, There is something that amazes me. അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയി പോയി പലർക്കും. And many people who are listening to that were irritated. ഈ പാവപ്പെട്ടവൻ അവിടെ നിന്ന് ആ തെരുക്കോണില് ആ വഴി സൈഡിൽ നിന്ന് യേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. This poor man sitting at the street corner and crying out to Jesus. എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, As he said, show mercy to me. യേശുവിന്റെ കൂടെ പോയവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന്റെ കൂടെയുള്ളവർ അവനെ ശാസിച്ചു. And it is written, those people who were Jesus told him to be quiet. മിണ്ടാതിരിക്കുന്ന അവനോട് പറയുന്നു. They said, be quiet. യേശുവിന്റെ ഹൃദയം അറിയുന്നവർ വളരെ ചുരുക്കമാണ് അല്ലേ? There is only very few people who understand the heart of Jesus. എല്ലാവരും പറയാം മിണ്ടാതിരിക്കുക. All of them are saying, be quiet. നീ Or എന്തിനാ shut up. ഒച്ചപ്പാട് വെക്കുന്ന? വലിയ ശല്യമായി തീർന്നല്ലോ. Why are you making a lot of noise? എന്നാൽ അവനത് കേൾക്കുന്തോറും അധികം ഉച്ചത്തിൽ നിലവിളിക്കാൻ But തുടങ്ങി. as he heard that, he started crying out louder and louder. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. Jesus, son of David, have mercy upon me. യേശു അവിടെ നിന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. It is written, Jesus stopped. അത് വായിക്കുമ്പോഴെല്ലാം ആ പോസ് ഞാൻ ഓർക്കാറുണ്ട്. Every time I read that, I understand the pause of Jesus. എല്ലാവരും ആ കുരുടനെ ശാസിക്കുമ്പോൾ Everybody was telling this blind man, ആരവാരത്തിനെല്ലാം മീതിയായിട്ട് ഒരു ശബ്ദം യേശു കേട്ടു. and above all the noise of the crowd, he heard a voice, ദാവീദ് പുത്ര, Son of David, have mercy on me. അവനോട് നിന്നിട്ട് പറഞ്ഞവനെ വിളിപ്പീൻ. And he stood and said, call him. അവന്റെ റെസ്പോൺസ് ഭയങ്കര അത്ഭുതമാണ്. And his response is very important. അവൻ ഉടനെ ചാടി എഴുന്നേറ്റു. And he all of a sudden got up quickly. അവൻ പുതച്ചിരുന്ന പുതപ്പും വിട്ടുകളഞ്ഞിട്ട് He threw away the blanket he was using. യേശുവിന്റെ അടുത്തേക്ക് ഓടിപ്പോയെന്ന. And he ran to Jesus, it says. സ്തോത്രം. Amen. യേശുവിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? Jesus asked him, what shall I do for you? ഇതുവരെ ചോദിക്കാത്ത ഒരു റിക്വസ്റ്റ് അവൻ യേശുവിന് മുമ്പിൽ വെക്കുന്നത്. And this is a request that he is putting in front of Jesus. അതിലെ പോകുന്നവരോടെല്ലാം അവൻ പറയുന്ന ഒറ്റ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. All the people going by, there was only one request he had. വല്ലതും തന്നിട്ട് പോകണമേ എന്നായിരുന്നു. Please help me, give me some money. എന്തെങ്കിലും പൈസ എനിക്ക് തരണമേ. He asked for, he was begging for money. എന്നാൽ യേശുവിനെ അടുത്ത് കിട്ടിയപ്പോൾ അവന് ചോദിക്കാൻ വേറൊരു റിക്വസ്റ്റ് ഉണ്ട്. But now we see that when we saw Jesus, he had a different request. യേശുവിനോട് എന്താ ചോദിക്കേണ്ടത് നമ്മൾ തിരിച്ചറിഞ്ഞോണം We കേട്ടോ. need to recognize what we need to ask Jesus. നമ്മൾ ഈ അതും ഇതും എല്ലാം ചോദിച്ച് ഈ ലോലിപോപ്പ് എല്ലാം ചോദിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കരുത്. Many times we ask for a lollipop to Jesus. അതെല്ലാം വിട്ടുപോകുന്നതാ, ഇല്ലാതെയാകുന്നതാ. All those things will cease to exist. അവനോട് ചോദിക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞോണം. We must recognize what we need to ask Jesus. അതിനായിട്ട് നമ്മൾ നിലവിളിച്ചോണം. And we must cry out for the important things ഈ in our life. കുരുടനായ മനുഷ്യന് മനസ്സിലായി, ഇന്ന് എനിക്ക് വേറൊരു റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. This blind man recognized, I have to make a different request today. പ്രഭു, നീ എനിക്ക് കാഴ്ച വേണം. Rabbi, I need eyesight. യേശു അവനെ സൗഖ്യമാക്കി. Jesus healed him. അവനെ യാത്രയിൽ അനുഗമിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. It is written that the man followed Jesus. അപ്പൊ ആ യേശുവിനെ ഞാൻ ഇത് വായിച്ചപ്പോൾ ആ യേശുവിന്റെ ആ ചിത്രം ഞാൻ ഓർത്തുപോയി. As I was reading this passage, I was thinking about the picture illustration of what happened there. യേശു കർത്താവ് തന്നെ പറയുക, തന്റെ പ്രവൃത്തിയിൽ ആർക്കും അവനെ തടയുവാൻ കഴിയുകയില്ല. Jesus himself saying, nobody can block me from doing the Father's will. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകും. I will do the work of the Lord, the Father who has sent me. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നുണ്ട്. Because there is a night that is coming. ഞാൻ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. While I am in the world, I am the light of the world, Jesus says. ആർക്കും എന്നെ തടയാൻ പറ്റുകയില്ല. Nobody can stop me or nobody can block me. പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ പാതാളത്തിന്റെ അധികാരങ്ങൾക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും ദൈവത്തിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയില്ലല്ലോ. Nor Satan, the powers, the principalities of darkness cannot stop Jesus.
അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും. That is why Jesus said, I will build my church. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ The പറ്റത്തില്ല. gates of hell shall not prevail against it. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ ഒരു ഉദാഹരണം കാണുന്നുണ്ട്. In Luke chapter 13 we see another example. അവിടെ ഇങ്ങനെ പറയുന്ന ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ യേശുവിന്റെ അടുത്ത് വന്നിട്ട് അവനോട് പറഞ്ഞു, And the same time the Pharisees came to Jesus and ഇവിടം വിട്ടു പൊയ്ക്കൊള്ളുക എങ്ങോട്ടെങ്കിലും, they said, just leave this place and go somewhere കാരണം else. ഹേരോദാവ് നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കും. Because Herod wants to kill you. അവൻ അതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. He is preparing for that. അപ്പൊ യേശു വളരെ രസകരമായിട്ട് അതിന് മറുപടി പറഞ്ഞത്, പ്രതികരണം നടത്തി. And Jesus humorously responded to that. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയണം, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. And Jesus told them, tell the fox that I'm going to be here today and tomorrow, healing and taking care of things. എന്നാൽ അതുവരെ ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. But I must continue to travel. അപ്പൊ യേശുവിന് അറിയാമായിരുന്നു താൻ എന്തിനു വേണ്ടിയാ വന്നിരുന്നത്. So Jesus knew his purpose in his life. അത് ചെയ്യാനായിട്ട് അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനാണ്. And he surrendered himself to do what his father has. പിതാവിന്റെ ഹിതം ചെയ്യാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് യേശു പല പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. Jesus often said, I came to fulfill my purpose of my father. അപ്പൊ ആ കർത്താവ് ഇവിടെ ഇതിലേക്ക് കടന്നു പോകുന്നു. And the same Jesus is walking by here. ഈ കുരുടനായ മനുഷ്യൻ അവനോട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റിക്വസ്റ്റ് ഒന്നും നടത്തിയില്ല. As I mentioned before, this blind man never made a request. ഒരുപക്ഷെ നേരത്തെ അവന് യേശുവിനെ കുറിച്ച് ഒരു അറിവും ഇല്ല. Maybe he did not know anything about Jesus before. എന്നാൽ ഈ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. So let us think about the condition of this man. ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരാൾ, ഒരു ആശയില്ലാത്ത മനുഷ്യൻ. He is in a hopeless situation. അവനെ ഒരുപക്ഷെ ദിനംതോറും അവിടെ ആളുകൾ കരം പിടിച്ചോ അല്ലെങ്കിൽ ദിവസം തോറും അവൻ വന്ന് അവിടെ ഇരിക്കുമാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. We see that maybe he is sitting there on a regular basis begging. ലോകമുണ്ടായ സമയം മുതൽ അവന്റെ തന്നെ വാക്കുകളാ പിന്നീട് പറയുന്നതാ, അത് നമ്മൾ പിന്നീട് വരും അതിലേക്ക്. ലോകമുണ്ടായത് മുതൽ ഇതുവരെ ആരും കേട്ടിട്ടില്ല എന്തുവാ, ജന്മനാ കുരുടനായ, പിറവിയിലെ കുരുടനായ ഒരുവന്റെ കണ്ണുകൾക്ക് സൗഖ്യമുണ്ടായത് ആരും കേട്ടിട്ടില്ല. This man himself saying later on that from the beginning of the world nobody has healed a man who was blind from birth. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? So what does that mean? ഒരാശയ്ക്കും വഴിയില്ലാത്തൊരുത്തൻ. That means he was a hopeless. ഒരിക്കലും സൗഖ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരുവൻ. There was no possibility of him having any vision. അതാണ് അവന്റെ അവസ്ഥ. And that is the condition that he's in. അത് തന്നെയല്ല, അവൻ വഴിയരികിരുന്ന് ഇരന്നുകൊണ്ടിരിക്കാൻ, യാചിച്ചുകൊണ്ടിരിക്കുക. And as we can assume he was begging from the side of the street. പക്ഷെ എന്നാലൊരു കസ്റ്റമർ ഈ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? Maybe he had a place or a position. അവൻ എന്നും വന്നിരിക്കുന്നത് കൊണ്ട് വേറെ ആരെയും അവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. He may have not allowed anybody to take his place, the particular place he was there daily. ഞാൻ ഒരു തമിഴ് ഒരു പ്രീച്ചർ, എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രസംഗകൻ ഉണ്ടായിരുന്നു, ഡോക്ടർ പുഷ്പരാജ് എന്ന്. Dr. Pushparaj, a Tamil preacher that I really liked. അദ്ദേഹം ഒരു സംഭവ കഥയാണ് അദ്ദേഹം പറഞ്ഞ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു. And he talked about a true story that happened in Chennai railway അവിടെ station. വഴിയിലെല്ലാം ഭിക്ഷ അയച്ചുകൊണ്ട് നടക്കുന്ന ചില കുഷ്ഠരോഗികൾ രാത്രി വന്ന് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും തങ്ങാറുണ്ട് രാത്രികളിൽ. And the lepers who are begging in those places, they will come at the night to rest under the railway station roof. അപ്പോൾ ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കാൻ വന്ന ഈ കുഷ്ഠരോഗികൾ കിടക്കാൻ തുടങ്ങിയപ്പം, As one night, as these lepers were getting ready to go to bed, ഒരു കുഷ്ഠരോഗി മറ്റേ കുഷ്ഠരോഗിയോട് ചോദിക്കുക, one leper is telling the other leper, നീ ഏത് ജാതിയാണ്? And what tribe are you from? നീ എന്റെ കൂടി എങ്ങനെയാ വന്ന് കിടക്കാൻ ധൈര്യപ്പെട്ടത്? How are you bold enough to sleep with me? You are from a different caste. രണ്ടും കുഷ്ഠരോഗികളാ. And these are both lepers. പക്ഷെ ഒരാൾ മറ്റൊരാളോട് ചോദിക്കും, നീ ഈ ജാതിയായിരിക്കും എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കാൻ ധൈര്യപ്പെട്ടത് എങ്ങനെ? One leper is telling the other leper that you are from a different caste. How dare you sleep next അപ്പൊ to ഇവിടെ me? ഇങ്ങനെ കുരുടന്മാരാണേലും മുടന്തന്മാരാണേലും ഭിക്ഷ അയക്കാൻ വന്നവരാണേലും അവർക്കെല്ലാം കസ്റ്റമറി പൊസിഷൻസ് ഉണ്ട്. And he maybe in the same order, these people are
are all needy, but they may have a position or status in where they are. പ്രോട്ടോക്കോളും ഇരിക്കുന്ന സ്ഥാനങ്ങളും എല്ലാം ഇങ്ങനെ സെൽഫ് അസൈൻഡ് ആയിട്ടുണ്ട്. And may have a protocol or self-assigned positions or seats. അപ്പൊ അതിനകത്ത് ഒരു പക്ഷേ ഈ മനുഷ്യൻ ഇരിക്കുക. Maybe he was sitting in one of those places. എന്നും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നിരിക്കാം. Daily he's sitting in the same place. അതിലെ പോകുന്നവരെല്ലാം അവനെ പല പ്രാവശ്യം കണ്ടതായിരിക്കാം. And people going by know him by his face. അന്ന് അതിലെ കടന്നു പോകുമ്പോൾ that particular day as they were going by, യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു. Disciples asked Jesus this question. കർത്താവേ, ആര് പാപം ചെയ്തിട്ടാ ഇവൻ ഇങ്ങനെയായത്? So disciples asked, whose sin, Lord? Why is he in this condition? ഇവന്റെ പാപമാണോ അതോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? Is this his sin or his parents' sin? നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. And that is a great question. കുരുടനെ ഒരു അത്യാവശ്യക്കാരനെ കാണുമ്പോൾ ഇതല്ലേ നമുക്ക് അറിയേണ്ടത്. And when you see a needy person, that is the first question that comes to ഇവൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്തുകൊണ്ടാണെന്നല്ലേ നമുക്ക് അറിയേണ്ടത്. Most times we want to know, why is this person this way? എനിക്കിത് വായിക്കുമ്പോൾ വലിയ ഡിസപ്പോയിന്റ്മെന്റ് തോന്നാറുണ്ട്. I get very disappointed reading. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണല്ലോ എന്നോർത്ത്. Just thinking that we often are like just അവരുടെ കൂടെ ഉള്ളത് ആരാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. And we all know who's there. എത്ര പേരെ അവൻ സൗഖ്യമാക്കിയിരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. They have seen Jesus healing many people. ഒരു വാക്കുകൊണ്ട് കാറ്റിനെയും കടലിനെയും അടക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. They have seen that by his word he is casting the wind and the wave. അവന്റെ ഒരു സ്പർശനത്തിൽ കുഷ്ഠരോഗികളെ സൗഖ്യമായത് കണ്ടിട്ടുണ്ട്. They have seen by his touch the lepers are healed. മരിച്ചവർ ഉയർക്കുന്നത് കണ്ടിട്ടുണ്ട്. They have seen dead raised from the dead. എന്നാലും ഈ കുരുടനെ കണ്ടപ്പോൾ, but as he is seeing this blind man, കർത്താവേ, ഇവിടെ ഇതാ ഒരു ആവശ്യക്കാരൻ ഇരിക്കുന്നു കേട്ടോ. and they did not say there is a needy person here. അവനോട് നീ കരുണ കാണിക്കണമേ. Please show mercy to him. അവന് വേണ്ടി നീ ഒരു വാക്ക് കൽപ്പിക്കണമേ എന്നല്ല പറയുന്നത്. Jesus say one word or do something for him. That's not what they're saying. എന്തുവാ ചോദിക്കുന്നത്? What are they asking Jesus? ആരുടെ പാപമാ കർത്താവേ? Whose sin is this? Why is he like this? ഇവന്റെ പാപമാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? Is it his sin or his parents' sin? പലപ്പോഴും പലർക്കും ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ. And that is what many of us are interested in. സഹായിക്കാനല്ല താല്പര്യം. Our first response is to അവിടെ help എങ്ങനെ someone. കുത്തി മുറിവുണ്ടാക്കാവുന്ന, And they wanted to create more wounds. എങ്ങനെ വേദന ജനിപ്പിക്കാൻ പറ്റുമെന്ന്. How can we wound somebody? പാവപ്പെട്ടവൻ ഈ അരിഷ്ടനായ മനുഷ്യനാ വഴിയേറിയിരിക്കുന്നു. Here's poor this fellow sitting by the wayside. ഒരുപക്ഷെ അവന്റെ കേക്ക് ആയിരിക്കും കർത്താവിനോട് ചോദിച്ചത്. Maybe the disciples asked him by him listening to the ഇത് question. ആരുടെ കുറ്റമാ കർത്താവേ? Whose fault is this? ഇവന്റെ പാപമാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ Is പാപമാണോ? this his fault or his parents' fault? ഹല്ലേലൂയ. ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അവർ ചോദിച്ചതിന്റെ. There was a connection to that question. വെറുതെ ചോദിച്ചല്ല. They were not asking just for the sake of it. നമ്മളൊക്കെ ഒരുപക്ഷെ ഈ കാറ്റഗറി പെടുന്നുണ്ടായിരിക്കും അല്ലേ? We may fall into this category. പലപ്പോഴും കരുണ കാണിക്കുന്നതിന് പകരം മുറിവ് ഡീപ്പൻ ചെയ്യാനായിട്ട്, അതിനെ ആഴം ഉള്ളതാക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുക. Instead of showing mercy, we often want to add injury to insult. ഇപ്പം പാപവും സഫറിങ്ങും തമ്മിലൊരു ബന്ധം ഉണ്ടെന്ന് പണ്ട് തൊട്ടേ ഉള്ള ചിന്തയുണ്ട്. There is a teaching in the Old Testament. There is a relationship with sin and suffering. ഞാൻ ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് അല്പമായി പറയുവാനിടയായി. I just shared about that this morning in the Bible study. അത് പിന്നെ ഞാൻ അതിലേക്ക് വിവരിച്ച് വരുവാൻ താല്പര്യപ്പെടുന്നു. I don't want to elaborate on that point again. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്ന പ്രസ്താവനകൾ. It is the statements that we see in Luke chapter 13. പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം. And it is the news that Pilate often used the blood of the saints. Of the people in their offerings, right? അപ്പം കർത്താവ് തന്നെ ചോദിക്കുക, ആ ഗലീലക്കാർ ഇത് ചെയ്യുക നിമിത്തം അല്ലെങ്കിൽ അനുഭവിക്കാൽ എല്ലാ ഗലീലക്കാരിലും പാപികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Do you think because that was done by Pilate, do you think they are sinners? മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ നശിച്ചു പോകും. And if you are not saved and repent, then all of you will perish. അപ്പം ഈ എപ്പോഴും അവരുടെ ഉള്ളിലുള്ള ഒരു പ്രവണതയായിരുന്നു സിന്നിനെയും സഫറിങ്ങിനെയും തമ്മിൽ കണക്ട് ചെയ്യുക. Oftentimes the disciples had this mindset sin and suffering were synonymous. അപ്പം ഇവര് രണ്ട് കാരണമാണ് ചോദിച്ചത്. So they asked two questions. ഇവൻ ഇങ്ങനെ കുരുടനായിരിക്കണമെങ്കിൽ, if he is like this, like a blind man, രണ്ട് കാരണേ പാടുള്ളൂ. there is only two reasons. ഒന്നുകിൽ ഇവന്റെ പാപമാ, one either is a sin, അല്ലെങ്കിൽ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാ, or his parents sinned. അവരുടെ
ചോദ്യത്തിൽ അവരുടെ ചോദ്യത്തിലുള്ള ഒരു വൈരുദ്ധ്യം നമുക്ക് തിരിച്ചറിയുന്നുണ്ടോ? Do you understand the contradiction in the question they ഇവൻ asked? ജന്മനാ കുരുടനാ, He is blind from the birth. പക്ഷേ അവന്റെ പാപം കൊണ്ടാണോ അവൻ കുരുടനായി തീർന്നത്? But they are asking, is it his sin that he is blind from birth? അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? How can we rationalize that question? ഒരു പ്രീനേറ്റൽ സിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. And they have an understanding of a prenatal sin. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാപം അവനിൽ ഉത്ഭവിക്കുമെന്ന. That means that somebody, even before they were born, they had an innate sin in them. ഒരുപക്ഷേ ആ ചിന്തയിലായിരിക്കാം ഇവര് ഈ പ്രസ്താവന നടത്തി. Maybe that is what they were thinking, and that's I asked the question. രണ്ട് റാബൈമാർ ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Two rabbis were having a conversation. അവരിൽ ഒരാൾ മറ്റേയാളിനോട് ചോദ്യം ചോദിച്ചു. So one rabbi asked the other one, ഏത് സമയം മുതലാണ് ഈവിൾ ഇൻഫ്ലുവൻസ് തുടങ്ങുന്ന പാപത്തിന്റെ സ്വഭാവം ഒരാളിൽ ഡെവലപ്പ് ചെയ്യുന്നത്? and he asked, when does the evil influence or the influence of sin starts in someone? ഫോർമേഷൻ ഓഫ് ദ എംബ്രിയോ ആണോ അതോ ഫ്രം ദ ടൈം ഓഫ് ബർത്ത് ആണോ? ഒരു ഭ്രൂണം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പം മുതലാണോ അതോ ജന്മം മുതലാണോ? They asked, is as the mother conceived and the embryo is formed or by birth? അപ്പം മറ്റേ റബി ഉത്തരം പറഞ്ഞു. The other rabbi replied, ഈ ഭ്രൂണം ഉൽപ്പാദിപ്പിക്കപ്പെടും മുതലേ പാപ സ്വഭാവമുണ്ട്. and as the embryo is being formed, the sinful nature is there. അപ്പോൾ സെക്കൻഡ് റാബായി വളരെ രസകരമായ ഒരു മറുപടി പറഞ്ഞു. The second rabbi responded humorously, അങ്ങനെയാകാൻ സാധ്യതയൊന്നുമില്ല. there is no way that's true. ആ എംബ്രിയോ ഉണ്ടാകുമ്പോഴേ ഈ പാപ സ്വഭാവം തുടങ്ങുന്നെങ്കിൽ, If the sinful nature starts as the embryo is formed, then the child will kick in the womb and will break out. ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ തന്നെ തൊഴിക്കുകയും ഒക്കെ ചെയ്യും. അന്ന് അതുകൊണ്ട് വൂമ്പ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രഗ്നൻസിയിലുള്ളവരോട് ചോദിക്കാറുണ്ടല്ലേ, we ask people who are pregnant, ബേബി കിക്ക് ചെയ്യുന്നുണ്ടോ? the baby is kicking. അപ്പം അത് ദാറ്റ് ഈസ് എൻറ്റയർലി എ ഡിഫറെന്റ് തിങ്. അത് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഈ റാബൈ പറയുകയാണ്, വാസ്തവത്തിൽ ഈ പാപ സ്വഭാവം എന്ന് പറയുന്ന ഈ ഭ്രൂണം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴേ തുടങ്ങുകയാണെങ്കിൽ അവിടെ കിടക്കത്തില്ല ഈ ശിശു, അത് പുറത്തു വന്നേനെ എന്നാ. So this rabbi is saying that if the sinful nature is there from the embryo, that the child will not rest and he will have problems. അപ്പം ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യം കണ്ടോ, ഇവരിൽ ഒരുപക്ഷെ ചിന്തിച്ചു, ഒരുപക്ഷെ ഈ ഭ്രൂണത്തിൽ തന്നെ തുടങ്ങിയ പാപം. Maybe these disciples were asking with that understanding that from the embryo itself there is sin. അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾ പാപം ചെയ്തു. Otherwise his parents have sinned. ഇതും മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. This is also something that is not difficult for us to understand. പല സ്ഥലങ്ങളിലും പഴയ നിയമത്തിൽ വിശേഷാല് നമ്മൾ കാണുന്നുണ്ട് മാതാപിതാക്കളുടെ പാപം എങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ അത് ചുമത്തപ്പെടുവാനിടയായി. And in the Old Testament we see many examples the sins of the parents being transferred over to the next generation. So അമ്മയപ്പന്മാരുടെ പാപമാണോ ഇവനെ ബാധിച്ചത്? So is it the parents' sin that he's suffering because? അപ്പോൾ ഞാൻ അതിന്റെ പ്രധാന പോയിന്റിലേക്ക് ഞാൻ ഇപ്പോൾ വന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. Let me come to the important point and I'm going to conclude. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. There are exceptions to general law. And Jesus has taught us many times there are exceptions to the general principles or law. ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും എക്സെപ്ഷൻസ് ദൈവം ചെയ്തിട്ടുണ്ട്. And God has brought exceptions to many things that are mentioned in general. ക്രൂശിൽ മരിച്ച ഒരു കള്ളൻ ആ ലാസ്റ്റ് മൊമെന്റ് രക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്, അവനോട് നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞത് ഒരു എക്സെപ്ഷനാണ്. And the thief on the cross who was saved at the last moment, Jesus told him, you will be with me in paradise. That was an exception. അതിനെ ജനറലൈസ് ചെയ്യരുത്. And don't generalize that. യോശുവ സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോനിലും നിൽക്കെന്ന് കൽപ്പിച്ചത് ഒരു എക്സെപ്ഷനാണ്. And Joshua commanded the sun and the moons to stand stop. That was an exception. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവം അനുസരിച്ച അതുപോലൊരു സംഭവം അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിന് പിമ്പും ഉണ്ടായിട്ടില്ല വായിക്കുന്നത്. And a man's word being used to stop the sun and moon has never happened before or after. അപ്പൊ എക്സെപ്ഷൻസ് ആയിട്ട് പല കാര്യങ്ങൾ So നടന്നിട്ടുണ്ട്. there are in the scripture many exceptions. എന്നാൽ എല്ലാം അത് ഏറ്റെടുത്തിട്ട് എല്ലായ്പ്പോഴും അങ്ങനെയാ ദൈവം ചെയ്യുന്നതെന്ന് ആരും വിചാരിക്കരുത്. So don't take the exceptions and make it the norm.
അപ്പൊ ഇവിടെ കർത്താവ് അതിന് മറുപടി പറഞ്ഞതാ. അതാ നമ്മുടെ ഏറ്റവും പ്രധാന ചിന്താ വിഷയം. So our thinking point is what the response of Jesus. കർത്താവ് പറയുക, അവൻ പാപം ചെയ്തിട്ടുകൊണ്ടോ അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തുകൊണ്ടോ അല്ല. It's not because of his sin or his parents' sin. ദൈവ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. To demonstrate the work of God in his life. എന്ന് പറഞ്ഞാൽ അവൻ പാപം ചെയ്തിട്ടില്ലെന്നല്ല. And that does not mean that he has not sinned. അവന്റെ അമ്മയപ്പന്മാരിൽ ഒരിക്കലും പാപം ഉണ്ടായിട്ടില്ലെന്നുമല്ല. And also that doesn't mean his parents are innocent. അവന്റെ ഈ സഫറിങ്ങിനെ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യരുതെന്നാ പറയും. So Jesus is saying don't connect his current suffering to his sin. ഇതിനെ കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്നാ കർത്താവ് പറയുന്നത്. Jesus is saying God has a special purpose for this. ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിന്. So this has happened, so God's work must be displayed in his life. നമ്മൾ കടന്നു പോകുന്ന പല സഫറിങ്ങും പല ട്രയൽസും നമ്മൾ എപ്പോഴും അത് പാപവുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല, എപ്പോഴും ചെയ്യാൻ പാടില്ല. So we must not always connect our sin and the things that we deal with on a daily പല basis. സഫറിങ്സും നമ്മിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാണ്. Many sufferings God gives to us to show God's work through our life. അതാ കർത്താവ് ഇവിടെ പറയുന്നത്. That is what Jesus is saying here. അവനെ കുറിച്ച് കർത്താവ് പറയുന്ന അവനിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ. Regarding him, Jesus saying that God wants to display his work through his life. sin infested ആയിട്ടുള്ള പാപത്താൽ ഗ്രസിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ We ജീവിക്കുന്നത്. live in a sin infested world. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആ പാപവുമായിട്ട് ചേർത്ത് ബന്ധിക്കരുത്. So every problem that we go through in life cannot be correlated with the sin. ചില പ്രത്യേക സാഹചര്യങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക നിയോഗങ്ങളാൽ വന്നിട്ടുള്ളതാണ്. In some situations some things happen because of God allowing it. നിങ്ങളുടെ ജീവിതത്തിൽ മറുപടി കിട്ടാത്ത ചില പ്രാർത്ഥനകൾ ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശപ്രകാരമുള്ളതാണ്. And some prayers that is not answered in your life because of by God's ordination. സൗഖ്യമാകാത്ത ചില രോഗങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശം കൊണ്ടുള്ളതാണ്. And some diseases are not healed because that is God's plan for your life. അപ്പം ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശത്തെ നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. So we must identify the purpose and plan of God. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കഴിയണം. So we must be able to surrender ourselves in the presence of God. ലാസറിന്റെ കാര്യത്തിൽ കർത്താവ് പറഞ്ഞു. And regarding Lazarus, Jesus said, നിന്റെ സ്നേഹിതൻ രോഗമായി കിടക്കുന്നെന്ന് പറഞ്ഞതാ. and people came to him and said your friend is sick. യേശു അവിടെ പിന്നെയും താമസിച്ചു. Jesus delayed himself. പിന്നീട് അവൻ ആ ഗ്രാമത്തിലേക്ക് ലാസർ വാർത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. Later on he goes to visit his village. അപ്പോൾ നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുന്നു, അവനെ ഉണർത്താൻ പോകണം. And we need to go and wake up our friend Lazarus. അവൻ ഉറങ്ങുകയാണെങ്കിൽ കർത്താവേ അവൻ തന്നെ ഉണർന്നോളുമല്ലോ. And if he is sleeping he will wake up on his own. കർത്താവോ മരണം എന്ന ഉറക്കത്തെ കുറിച്ചാ പറഞ്ഞതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. It is written that Jesus was talking about death being a sleeping അവിടെ കർത്താവ് situation. പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. There is something unique Jesus ഈ is saying. ദീനം മരണത്തിനായിട്ടല്ല. This disease is not for death. ദൈവത്തിന്റെ നാമം അവനിലൂടെ മഹത്വപ്പെടാനായി. Only to God's name be glorified through his life. അപ്പൊ എല്ലാ സംഭവങ്ങളും എല്ലാ മരണങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടങ്ങളും നമ്മൾ കടന്നു പോകുന്നതും നമ്മൾ ഇതുമായിട്ട് പാപവുമായിട്ട് ബന്ധിപ്പിച്ചല്ല കാണുന്നത്. So not every problem we go through, every suffering, every incident that we go through in life, we cannot correlate with the sin. ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ അത് കാണുന്നുണ്ട്. And we see that after Lazarus was resurrected. ലാസറിനെ കണ്ടതുകൊണ്ട് അവനിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതം കൊണ്ട് അനേകർ യേശുവിൽ വിശ്വസിച്ചു. And many people believed in Jesus because of the miracle Lazarus was resurrected. അപ്പം ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. So sometimes things happen in our lives so to glorify God through it. ചില സൗഖ്യങ്ങളും വിടുതലുകളും ഉണ്ടാകുമ്പോൾ When you receive some healing and deliverance, ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചതിന്റെ ഉദ്ദേശത്തിന്റെ സാധ്യം കൂടിയാണ്. and that is because of the possibilities that problem was sent to us, there is a reason. ദൈവ പ്രവൃത്തി
വെളിപ്പെടേണ്ടതിന്, because God's work should be revealed in us, അവന്റെ ശക്തി കാണിക്കേണ്ടതിന്. to demonstrate His strength in our life. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, Something very important regarding us. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയുടെ വാല്യൂ, അതിന്റെ വില, നമ്മൾ മൂല്യം നമ്മൾ തിരിച്ചറിയണം. Many times we need to understand the value of the problems and the suffering that we go through. വലിയ വേദനകളിൽ കൂടി ഒരുപക്ഷെ പലരും കടന്നു പോകുന്നു. Many of you may be going through great suffering. ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. You may have many questions in front of you. മറുപടി കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട്. There are many unanswered questions in your മറ്റുള്ള life. പലരെ നോക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പിന്നെയും തികട്ടി വരും. When you look at others, the same question comes എന്തേ to us. കർത്താവേ ഞാൻ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു? Why Lord am I going through this problem? വാല്യൂ ഓഫ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ കടന്നു പോകുന്ന കാര്യത്തിന്റെ മൂല്യം പലപ്പോഴും എനിക്ക് മനസ്സിലാകാതെ ഞാൻ പിറുപിറുത്തിട്ടുണ്ട്. I have murmured many times without knowing the ഞാൻ answer. കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തേ കർത്താവേ എന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ അനുഭവിക്കുന്നു? I asked Lord, why is this happening in my life? എന്നാൽ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, But when I look back and I ഞാൻ understand, കടന്നുപോയ കഷ്ടങ്ങളുടെ ഒരു വലിയ അതിന്റെ മൂല്യം ഇപ്പൊ ഞാൻ തിരിച്ചറിയുക. I understand the value of what I went through and why that suffering was in എന്നെ my life. ഞാനാക്കിയത് എന്നെ ദൈവം കടത്തിവിട്ട കഷ്ടങ്ങളിൽ കൂടെ എന്നെ പഠിപ്പിച്ച. Who I am today is because of the suffering that I went through in life. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എത്രയോ അഹങ്കരിച്ചു പോയേനെ. And if I did not have those experiences, I would be very ഒരു proud പക്ഷേ today. ദൈവകൃപ വിട്ടുപോയേനെ. I may have left the faith. എന്നാൽ ദൈവം അവ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്യന്തിക നന്മ ആഗ്രഹിച്ചുകൊണ്ട് അനുവദിച്ചു. But He allowed those things to happen in my life, so I will for my own benefit. അതുകൊണ്ട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം So ചെയ്യും. when I look back at those things, I thank God every day. എൻ്റെ ഇല്ലായ്മകളുടെ സമയം ഉണ്ടായിട്ടുണ്ട്. I remember those days where I was needy. നീണ്ട നാളുകൾ അങ്ങനെ പോയിട്ടുണ്ട്. And many years went like that. ഒരുപാട് കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു. And God has taught me many lessons. ദൈവത്തോട് അടുപ്പിക്കുവാൻ മുഖാന്തരമായി only to draw me closer to Him. അനേക പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി കിട്ടിയില്ല. Many prayers went unanswered. ഇപ്പോഴും ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. Even today I'm waiting on some answers. പക്ഷെ അതിൽ കൂടി എല്ലാം ദൈവം But പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. even through all those things, God is still continuing to work. എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. To transform me every day. അപ്പൊ എന്റെ സഫറിങ്സിന്റെ ഒരു വാല്യൂ ഉണ്ട്. There is a value for my suffering. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള സഫറിങ്സിനെ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. Dear brothers and sisters, do not waste the value of your ഞാൻ suffering. വായിച്ചൊരു പുസ്തകത്തിന്റെ പേര് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. I will never forget the title of the book I read. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാ, Don't waste your sorrows. നിങ്ങളുടെ കഷ്ടങ്ങൾ നഷ്ടമാക്കരുത്. The title of the book is Don't Waste Your Sorrows. ഓരോ കണ്ണുനീർ തുള്ളിയും വിലയുള്ളതാണ്. Every drop of your tear is അത് valuable. വെറുതെ കളയരുത്. Don't waste those tears. കഷ്ടങ്ങളെ കുറിച്ച് ഒരു ദൈവോദ്ദേശമുണ്ട്. Every suffering you go through, there is a plan. അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. And you must be able to understand that. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ സഫറിങ്സ് വളരെ നമുക്ക് ഹേർട്ട് ചെയ്യുന്നതാ. And our sufferings really hurts us. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഓർക്കാറുണ്ട്, Sometimes we wonder if that was not in my life. കർത്താവേ ഞങ്ങളെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കണമേ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. Many of us desire, Lord, insulate me from all these things. ഇതൊന്നും അടുക്കാതെ വേണം, None of this come near me. ഒരു കഷ്ടവും പ്രയാസവും ഉണ്ടാകാതെ വേണം. No suffering or problems in my life. സംഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിക്കുകയില്ല. That will not happen. കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, The sufferings had happened. ഇനിയും ഉണ്ടാകും. You will continue to happen. ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാകും. You will go through problems ഇനിയും again. രോഗങ്ങൾ ഉണ്ടാകും. You will have sickness again. ഇനിയും വേദനകൾ നമുക്കുണ്ടാകും. Then you will have pain again. കാരണം അതിലൂടെ കർത്താവ് നമ്മെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. Because God wants to transform us through those എന്നാൽ അതിന്റെ experiences. മധ്യത്തിലും ദൈവം ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട്. But even among all those things, He does something great. അവന്റെ ഉദ്ദേശം നമ്മൾ തിരിച്ചറിയുമ്പോൾ, Well, when we understand His purpose and ഈ plan, സഫറിംഗിന്റെ വാല്യൂ തിരിച്ചറിയുമ്പോൾ, when we understand the value of ഒരു suffering, ഇന്നർ പീസ് ഉണ്ടാകും. He gives us an inner peace. ഒരു ഇന്നർ പീസ്, അകത്തെ സമാധാനം. And there is a peace that comes from within. ഇന്ന് അകത്തെ സമാധാനമുള്ള എത്ര പേരുണ്ട്? How many of you have that inner peace within you? കഷ്ടങ്ങളും വേദനയും ഒക്കെ ഉണ്ട്, You have suffering and pain. പക്ഷെ അകത്തൊരു But സമാധാനം. there is a joy and peace inside. പ്രയാസങ്ങൾക്ക് എടുത്തു കളയാൻ പറ്റാത്ത ഒരു This is സമാധാനം. something cannot be destroyed by the suffering. വേദനകൾക്കും രോഗങ്ങൾക്കും ഇല്ലാതെയാക്കാൻ പറ്റാത്ത ഒരു This സമാധാനം. is something can be diminished by pain or suffering. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. That is what the Lord desires of you. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരോട്. Jesus told His disciples, you will have suffering in this എങ്കിലും world. ധൈര്യപ്പെടുവീൻ, But then take courage. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
Because I have overcome the world. ലോകത്തെ ജയിച്ചവനായി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നാ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. Jesus says, I have overcome the world and I am with you. ഇന്ന് രാവിലെ ആ ഇന്നർ പീസ് നമ്മുടെ എല്ലാ ഉള്ളി വരട്ടെ. And let that inner peace come within you. സമാധാനം നിറഞ്ഞവരായിട്ട് മടങ്ങാൻ നമുക്ക് ഇടയാകട്ടെ. Let us leave this place with full of peace inside വളരെ of us. ഭാരത്തോടെ ആരെങ്കിലും ഈ ആലയത്തിനകത്ത് ഇന്ന് വന്നെങ്കിൽ, If any of you come with a burden this morning, ഇന്ന് അങ്ങനെ ആരെങ്കിലും കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ, if any of you are listening to ഒരു us that way, സ്വർഗീയമായ സമാധാനം വ്യാപരിക്കട്ടെ. let the heavenly peace reside in സകല you. ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം The peace that transforms all നമ്മുടെ understanding. ഹൃദയങ്ങളെയും നിനവുകളെയും സൂക്ഷിക്കുവാനിടയാകട്ടെ. Let that guard our hearts and our minds. ഇന്ന് പകൽക്കാലമായി ഇന്ന പീസ് നിറയട്ടെ. Let your heart be full of that inner peace this morning. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ ഉദ്ദേശത്തെ നമുക്ക് തിരിച്ചറിയാം. Let us understand his purpose in our lives. തകർച്ചകളുണ്ട്, We have brokenness, എന്നാൽ അതിനൊരു ദൈവോദ്ദേശമുണ്ടല്ലോ. but there is also a purpose for that. അവന്റെ പാതയിൽ നടക്കുന്നവരെ കുറിച്ചൊരു ദൈവോദ്ദേശമുണ്ടല്ലോ. There is a purpose and plan for those who walk in his ways. കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, Jesus said, I'll tell you for sure. കോതുമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും. If the wheat doesn't fall on the ground and die, it will be the same. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. If the wheat dies, it will produce crops. ഒരു ഡാനിഷ് തിയോളജിയൻ ഇങ്ങനെ പറഞ്ഞു, A Danish theologian said this way. God creates everything out of nothing. ദൈവം എല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. And everything God is to use, he first reduces to nothing. ദൈവം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ആദ്യം ശൂന്യതയിലേക്ക് കൊണ്ടുവരുന്നു. Amen. Amen. എന്തിനേലും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, If God wants to use anything, അതിനെ ഒരു നത്തിങ്നെസ്സിലേക്ക് കൊണ്ടുവരും. and God brings that to a nothingness. മോശയെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. God wanted to use Moses. എങ്ങനെ മോശയുടെ ജീവിതത്തെ ഒരു നത്തിങ്നെസ്സിലേക്ക് He കൊണ്ടുവന്നു? brought his life to a nothingness. അവന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. Every attempt his ഓടിപ്പോയി. failed, and he ran away. അവനെ ഒന്നുമില്ല കർത്താവേ, എനിക്ക് ഒരു കഴിവുമില്ലെന്ന് ഏറ്റുപറയുന്നതിലേക്ക് കൊണ്ടുവന്നു. And he brought him to the confession that Moses himself said, I am nothing. I have no ദൈവവചനത്തിൽ കാണുന്ന abilities. എക്സാമ്പിൾസ് എല്ലാം അങ്ങനെയുള്ളതാണ്. Throughout the scripture we see examples like അപ്പൊ that. നമ്മെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, If God has brought us to that point in our എല്ലാം life, എന്നെ ചുറ്റും വളഞ്ഞു കെട്ടി അടച്ചു വെച്ചിരിക്കുക കർത്താവേ, God, everything is against me and I am ഞാൻ surrounded. കഷ്ടതയുടെ നടുവിലാ കർത്താവേ, I'm in the middle of suffering. ഒരു വഴി കാണുന്നില്ല, I do not see a way. പക്ഷെ ഒരു ഇന്ന പീസ് തരും കർത്താവ്. But give me an inner peace, Lord. കഷ്ടതയുടെ നടുവിൽ നടന്നാലും Even though I walk through suffering, ഇന്ന് രാവിലെ നമുക്ക് ഏറ്റു പറയാം, let us confess. നമ്മുടെ ബെസ്റ്റ് സെർമൺസ് ഏതാണെന്നറിയാവോ? You know what our best sermons are? നമ്മുടെ കഷ്ടതയുടെ നടുവിലുള്ളതാ. That is the sermons that we receive in the middle of our നമ്മൾ suffering. കടന്നു പോകുന്ന കഷ്ടങ്ങളാ നമുക്ക് മറ്റുള്ളവരോടുള്ള ബെസ്റ്റ് സെർമൺസ്. And the best sermons we can preach to others is our suffering. അല്ലാതെ 3 പോയിന്റ് വെച്ച് തയ്യാറാക്കി ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മനോഹരമായ എക്സാമ്പിൾസും ഒക്കെ ചേർത്ത് പറയുന്നതല്ല. And it is not something the 3 points and the conclusion and the introduction. That is not the best എന്റെ sermon. കഷ്ടങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ബെസ്റ്റ് സെർമൺ. How you have handled your suffering, that is the best sermon. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. And if that is the case, all of us are preaching. ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പല കുടുംബങ്ങളുണ്ടെന്ന് There are എനിക്കറിയാം. many families who are going through suffering. I know പല for sure. വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാം. I know individuals are going through suffering. നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And your sufferings are preaching to others. വാക്കും ഭാഷണവും കൂടാതെ അത് Without സംസാരിച്ചുകൊണ്ടിരിക്കുക. words or action, it is preaching to others. ഹല്ലേലൂയ. കാരണം നമ്മുടെ ബെസ്റ്റ് സെർമൺസ് എന്ന് പറയുന്നത്, Because our best sermons are, ദൈവം എനിക്ക് അനുവദിക്കുന്ന കഷ്ടങ്ങളെ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ and ചെയ്യും. it is the suffering that he allows in our lives. ഇയ്യോബ് അതാ ചെയ്തത്. That's what Job did. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്ന ഇയ്യോബിന്റെ സഹിഷ്ണുത നാം കണ്ടും അവന് ദൈവം വരുത്തിയ അവസാനത്തെ കുറിച്ച് നാം കേട്ടുമിരിക്കും. And we have hearing and heard about the suffering Job has received in his life. അവന് വലിയ ധനവാനായിരുന്നത് കൊണ്ട് അവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് പറയുന്നു. We say that he was a blessed man because he is wealthy and very rich. അങ്ങനെയാണോ? Is that what it says? സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാർ. Because the long suffering and you are righteous, you're blessed. നമ്മുടെ സെർമൺ എന്തിനെ കുറിച്ചുള്ളതായിരിക്കണം? Our sermon should be about what? സഹിഷ്ണുത. About long suffering. When it is hurting, മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, when you go through brokenness or suffering, എങ്ങനെയാ പ്രതികരിക്കുന്നത്? how do we need to respond? അതാ ഏറ്റവും നല്ല സെർമൺ. And that is the best sermon you could preach.
അതാണെങ്കിൽ ഞങ്ങൾ മാത്രമായിരിക്കുകയല്ല പ്രസംഗിക്കുന്നത്. If that is the case, not only us who are preaching, നിങ്ങളെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. everybody in here is preaching. ഒന്നുകിൽ മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പ്രസംഗം, In one way or other impacting others. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഒന്നുകിൽ ഇമ്പാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു. You impact somebody either positively or negatively. സഫറിങ്ങിന്റെ വാല്യൂ തിരിച്ചറിയാമോ? Can you understand the value of suffering in your life? ഇതിലേക്ക് നമ്മൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടന്നു പോകും പിന്നീട്. We will come to this, the rest of it next week. ബട്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. But let us surrender ourselves in the hands of God this morning. ദൈവം എന്തിനെങ്കിലും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ If God wants to use anything, അതിനെ ഒരു നത്തിങ്നെസ്സിലേക്ക് കൊണ്ടുവരും. He will bring that to a nothingness. നിങ്ങൾ ആ പോയിന്റിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know if you are in that place in your life. നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നും എനിക്കറിഞ്ഞു. I don't know if you are questioning that. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ If you are in that position, തിരിച്ചറിയ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. I want you to recognize God has a plan and purpose for your life. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ബെസ്റ്റ് സെർമൺസ് ആളുകൾ കേൾക്കട്ടെ. Let others hear the best sermon from your life through your actions. ഒരു ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. I pray that the peace of God will be filling your hearts. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Thank you. Our Heavenly Father, we thank you for this word that is received to us, Lord. Oftentimes we judge others why it happened to them rather than having the compassion, your eyes in our lives, Lord. Your heart in our lives, oh God. Amen. That you never judge people for their condition, Lord, but you reached out to them, you met them in their time of need, Lord. We pray for those who are here this morning with broken hearts. We pray for those who are listening to us online who have needs and brokenness and pain and suffering. But this morning we heard from your word, Lord. That is not the end, Lord. That is just the beginning. Amen. You have brought us to that point because our lives can be an example. Amen. Amen. Our lives can be a true reflection of who you Amen, are, Jesus. Lord. You came to this world to suffer. And you lived a life and a wretched life, Lord, that you were crucified on the cross. But you showed us an example how to respond to those things, Lord. I pray that this morning, the peace that passeth all understanding, the joy that nobody can take away, that comes from within, knowing that we are in your grip, we are in your hands, Lord. I pray that joy will fill our hearts, oh God. Amen. That peace will fill our hearts this morning, Father. I thank you for speaking to us, oh God. We give you all the glory, and I pray that you be with those who are suffering, oh God. Amen. Amen. And help us to continue to grow daily and to preach that message to others who are in need. Yes. That is the best message we can preach, oh God. We thank you again for enabling your servant to share this word with us this morning. We thank you once again. In Jesus Christ, the Lord's precious name, we pray. Amen. Thank you, Sam. Thank you all for listening.